മേശൂട്ടി 7 ലോഗിൻ ക്യാമറ ഓണാക്കി. സ്കൂളിൽ പോകണ്ടേ? 8:10. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മൈസൂട്ടിക്ക് സ്കൂളിൽ പോകണം, എനിക്ക് ട്രിപ്പ് പോകണം. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല, നല്ല തണുപ്പുണ്ട്, നല്ല ഉറക്കം വരണേ. കറക്റ്റ് 7:15 അലാറം വെച്ച് അലാറം ഓഫ് ചെയ്തിട്ട് കുറച്ചുകൂടെ ഉറങ്ങിയപ്പോൾ 8:10. കഴിഞ്ഞ ആഴ്ച പോകേണ്ട ട്രിപ്പായിരുന്നു. എനിക്ക് അസുഖം വന്നു, ഇവളെ കാരണമാണ്. ഇവള് സ്കൂളിൽ പോയിട്ട് ചെറിയൊരു പനി കൊണ്ടുവന്നു വീട്ടിലോട്ട്. ആ പനി എല്ലാവർക്കും വന്നു, അങ്ങനെ എനിക്കും വന്ന്, അങ്ങനെ ഒരാഴ്ച ജലദോഷവും പനി അടിച്ച് കിടന്നു. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇരുന്നോണ്ടിരിക്കും, പിന്നെ കിടക്കാൻ തോന്നും, പിന്നെ കിടന്നതിനെ ഉറങ്ങാൻ തോന്നും. പതപ്പം കൂടിക്കൊണ്ട് എന്ത് സുഖമല്ലേ? ആഹാ, അടിപൊളിയായി. പറയുമ്പോ സമയം നിങ്ങൾക്ക് അറിയാല്ലേ വിഷുട്ടൊക്കെ പഠിച്ചതൊക്കെ? വിഷുട്ടി ഇറങ്ങിയാ കുളിച്ച്? വാ, സ്കൂളിൽ പോണ്ടേ? 9:09. കാപ്പിയൊക്കെ കുടിച്ചാ? നോട്ട് എത്ര ബാക്കിയുണ്ട്? 3 പീസേ ഉള്ളൂ. പെട്ടെന്ന് കഴി. ഞാൻ കുളിച്ച് റെഡിയാക്കി നിന്നെ കൊണ്ട് സ്കൂളിൽ വിട്ടിട്ട് നമുക്ക് നേരെ ട്രിപ്പിന് പോകേണ്ടത്. അപ്പൊ എവിടെ പോകണമെന്നുള്ളത് നിങ്ങൾക്ക് തമ്മിൽ കണ്ട മനസ്സിലായി കാണും. അതുകൊണ്ട് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല അല്ലേ യോശുട്ടി? ഞാൻ സ്കൂളിൽ പോണ ട്രിപ്പ് പോകണം. നീ ഇങ്ങനെ ബൈക്ക് ഓടിക്കാൻ അറിയാമോ? കാലത്തോ നിനക്ക് ആദ്യം? ഭയങ്കര കോമഡി. മതിയാ? അപ്പൊ എത്താടോ? പോരാ, 10 മിനിറ്റ്. അപ്പോൾ ഒരു ചെറിയ അബദ്ധം പറ്റിപ്പോയി. നമ്മൾ ട്രിപ്പിന് പോകാൻ മുമ്പായിട്ട് പഴങ്ങാടി കോവിലിൽ പോയി തേങ്ങ അടിച്ചിട്ടേ പോവുള്ളൂ. അപ്പോൾ കോവിലിൽ പോകാൻ പറ്റൂല, 2 പുൾസ് കഴിച്ചല്ലോ. അതുകൊണ്ട് കോവിലകത്ത് കയറാൻ പറ്റില്ല, കോവിലിൽ പുറത്തുനിന്ന് തൊഴിലിട്ട് പോകാം. ഓക്കെ, തേങ്ങ വന്നടിക്കാം. അപ്പോൾ ഗണപതി സാറേ ഒന്ന് ക്ഷമിച്ചേക്കണേ കേട്ടാ, വേറെ വിചാരിക്കല്ലേ. ഞാൻ മുത്തച്ഛന്റെ കൂട്ട്, ഞാൻ മാത്രമല്ല അവരെല്ലാവരും പറ്റിപ്പോയി, അറിയാതെ കഴിച്ചു പോയി. ഓക്കെ, കഴിഞ്ഞ മാസം പോണ ട്രിപ്പായിരുന്നു. കറക്റ്റ് സമയത്ത് ഗോപ്രോ കംപ്ലൈന്റ് ആയി, അതിന്റെ കൂടെ തന്നെ ബൈക്കും കംപ്ലൈന്റ് ആയി. പിന്നെ അങ്ങനെ എല്ലാം സെറ്റായി കഴിഞ്ഞ ആഴ്ച പോകാൻ ഇരുന്നപ്പോഴാണ് കറക്റ്റ് സമയത്ത് നമ്മളെ ഹെൽത്ത് കംപ്ലൈന്റ് ആയത്. അങ്ങനെ 3 കംപ്ലൈന്റ് വന്ന് 1.5 മാസം നമ്മളെ നല്ലപോലെ വ്ളോഗ് ചെയ്യാൻ സമ്മതിക്കാതെ കിടത്തി കളഞ്ഞു. അപ്പൊ ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്, നല്ല കുളിച്ച് ഫ്രഷ് ആയിട്ട്. എന്നാലും ചെറിയൊരു ജലദോഷം എപ്പോഴും ഉണ്ട്, മൂക്കിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പോകണമെന്ന് പിടിയില്ല. ആണെങ്കിൽ നാളെ പോവായിരുന്നു, ഇനി നാളെ നീ നല്ല പൊയ്ക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇന്ന് തന്നെ ഇറങ്ങിയേക്കാം. അപ്പോൾ ഓക്കെ, ട്രിപ്പ് പോവാം. അപ്പോൾ പ്ലാനിൽ ചെറിയ ചേഞ്ച് ഉണ്ട്. വാണി പറഞ്ഞ് ഇന്ന് പോകണ്ട, നാളെ പോകാൻ പറഞ്ഞു. കാരണം എനിക്ക് ജലദോഷമായതുകൊണ്ട്, അതുകൊണ്ട് ഇന്ന് പോയി കഴിഞ്ഞാൽ കഷ്ടപ്പെടും, നല്ലപോലെ വ്ളോഗ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് നാളെ പോയാൽ മതിയെന്ന് ഇവിടുത്തെ മാഡം പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഓക്കെ. അതുമില്ലാതെ പഴങ്ങാടി കോവിലിൽ തേങ്ങ അടിക്കണ ഒരു കാര്യം ഉണ്ടായിരുന്നു, അത് മിസ്സായി. അപ്പോൾ അതുകൊണ്ട് തടസ്സം വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് നോക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്ന് പോകണം ശരിയല്ല. അപ്പോൾ ആ 2 കാര്യം കൂടി ഓക്കെ ആയാൽ നമുക്ക് സൂപ്പറായിട്ട് ട്രിപ്പ് പോവാം, നല്ല കോൺഫിഡൻസ് ആയിട്ട് പോവാം. ഓക്കെ, എന്തെങ്കിലും പറ. നമ്മൾ സാറിന് ഒന്നിച്ചില് പോണം ട്രിപ്പ് എപ്പോഴും. ഇപ്രാവശ്യം വാണിക്ക് വരാൻ പറ്റൂല, റീസൺ അറിയില്ല എന്താണെന്നുള്ളല്ലേ. തമ്പി പാപ്പയോ തങ്കച്ചി പാപ്പയോ ആരെന്താണുണ്ടാ വന്നിട്ട് കുറച്ച് വളർന്ന് വലുതാക്കിയിട്ട് അല്ലേ വീട്ടുകാരെ വേപ്പിച്ചിട്ട് നമുക്ക് ഒരു അടിപൊളി ട്രിപ്പ് പോവാം, അവിടെ ലോങ്. ഓക്കെ, സന്തോഷമായില്ല? അതല്ലാതെ ഇന്ന് വാണി വിട്ടിട്ട് പോകാൻ മനസ്സില്ല, വിഷമായിരിക്കും സത്യമായിട്ട്. അപ്പൊ ഇന്ന് ഒരു ദിവസം കൂടെ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് നാളെ സൂപ്പറായിട്ട് പോവാം. ഓക്കെ, ദി നെക്സ്റ്റ് ഡേ. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സീ യു അശൂട്ടി. സമയമായി, പോട്ടാ, പോയിട്ട് രാമ. ഉമ്മയാ ഉമ്മത്താ തീരെ വിളിക്കണ്ട. നാളെ സ്കൂളിൽ പോകണം കേട്ടല്ലോ. അപ്പോൾ എല്ലാം അടുത്തല്ലോ, പേഴ്സ്, ഫോണ്, ഹെഡ്ഫോൺ, റെയിൻകോട്ട്, കുടിക്കാനുള്ള വെള്ളം, ലഗേജ് ഐറ്റംസ്, ഗോപ്രോ ചാർജർ ആൻഡ്. ശരി, പോയിട്ട് രാമേ.
ഓക്കെ, നമ്മൾ ഐശ്വര്യമായിട്ട് വീട്ടിൽ ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലഗേജ് ബാക്കിൽ നിന്ന് ഇടിക്കണം കേട്ടോ. മാക്സിമം നല്ലപോലെ കിട്ടി വെച്ചിട്ടുണ്ട് ഒരുമാതിരി. ഇപ്പോൾ എന്താ ഡേറ്റ് എന്ന് പറയുന്നത് 19 നവംബർ 2025 മണി. ഇപ്പോൾ കറക്റ്റ് രാവിലെ 10:30 മണിയായിട്ടുണ്ട്. നമ്മളിപ്പോൾ ആദ്യം നേരെ പോകുന്നത് പഴവങ്ങാടി കോവിലിൽ പോയി തേങ്ങ അടിച്ചിട്ട് അവിടെ നിന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും പോകുന്ന വഴിക്ക് 3 തേങ്ങ വാങ്ങണം. എന്നിട്ട് നേരെ കോവിലിൽ പോകുക, തേങ്ങ അടിക്കുക, പറക്കുക, അത്ര തന്നെ. 3 തേങ്ങ എടുത്തോട്ടാ. 3 തേങ്ങ, ചെറിയ തേങ്ങ എടുക്കാം. ഇത് കുഴപ്പമില്ല. 112 അല്ലേ? ഗൂഗിൾ പേ ആണേ. 112 അയച്ചിട്ടുണ്ടേ. ഓക്കെ, ഇവിടെ തൂക്കിയിടാം അല്ലേ? കിടക്കൂലോ അതുവരെ? പൊട്ടി വീഴോ? വീഴാനൊന്നുമില്ല. ആദ്യം പോയി തേങ്ങ അടിച്ചിട്ട് പെട്രോൾ അടിക്കാം. നമുക്ക് സമയമായിക്കൊണ്ടിരിക്കണം. ആദ്യം കോവിൽ പോകണം. കമൺ കമൺ കൊയ്ക്ക്. ഇനി നമ്മളെ ദിവസങ്ങളാണ്, നമ്മളെ സമയങ്ങൾ. നമുക്ക് ഇഷ്ടം പോലെ എന്ത് വേണം ചെയ്യാം, എവിടെ വേണമെങ്കിൽ പോവാം. ആരും ചോദിക്കാനൊന്നുമില്ല എന്ന് പറയാൻ പറ്റില്ല. ചോദിക്കാൻ ആളെ കൊണ്ട് ഫാമിലിയൊക്കെ. ഞാൻ പറയാൻ ഉദ്ദേശിച്ച് വേറെ ഒന്നുമില്ല. നമ്മൾ അടിച്ച് പൊളിക്കാൻ പോവുകയാണ് ഈ ഒരു 4 ദിവസത്തേക്ക്. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ബുധൻ, വ്യാഴം, വെള്ളി, ശനിയാഴ്ച റിട്ടേൺ വരും. അങ്ങനെ ആകുമ്പോൾ 4 ദിവസം ആവൂലേ? 4 ദിവസം ആവുമായിരിക്കും. പഴവങ്ങാടി ഗണപതി. ദീപാരാധന കേട്ടോ. നല്ല കറക്റ്റ് സമയം നമ്മൾ വന്ന സമയം കേട്ടോ. അവിടെ വണ്ടി വയ്ക്കാൻ പറ്റും പ്രതീക്ഷ. നമുക്ക് വണ്ടി അകത്ത് കയറാൻ പാടാണ്. വേറെ നോക്കട്ടെ ലൊക്കേഷൻ ഉണ്ടാകും. ഇപ്പുറത്തോണ്ട് മാറ്റി നിർത്താം. ഇവിടെ നോക്കിയാൽ തിരക്കില്ല. മൈ ഗോഡ്, ഒരു ലൊക്കേഷൻ പോലും പാർക്ക് ചെയ്യില്ല ഇവിടെ. ഞാൻ പോയിട്ട് ഇപ്പോൾ വരാൻ കേട്ടോ. മെഡിക്കൽ സ്റ്റോറാണ് ഒന്നും വിചാരിക്കല്. വൈബ് ഡെവോഷണൽ വൈബ് അല്ലേ? ഭക്തി വൈബ്. ഓക്കെ, ക്യാമറ ഓഫ് ചെയ്യാൻ പോവുകയാണ്. അകത്ത് യൂസ് ചെയ്യാൻ പാടില്ല അറിയാലോ. ഓക്കെ, ഐശ്വര്യമായിട്ട് 3 തേങ്ങ അടിച്ചിട്ടുണ്ട് പഴവങ്ങാടിക്ക്. സൂപ്പർ കേട്ടോ. പക്ഷേ എൻ്റെ അമ്മ ഇപ്പോഴാണ് സമാധാനമായത്. വെപ്രോളായത് വേറെ ഒന്നുമില്ല. നട അടച്ചു കളയുന്നൊരു വെപ്രോളം ഉണ്ടായിരുന്നു. ഇനി വിഷയമില്ല. ഇനി നമുക്ക് സൂപ്പറായിട്ട് ബ്ലോഗ് ചെയ്യാം നല്ല ഫാമിൽ കേട്ടോ. അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ പറയുന്നത് നല്ലൊരു വെയിലുണ്ട്. ഇന്നലെ വരെ ഫുൾ ക്ലൗഡി മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ പറഞ്ഞിട്ട് വേണ്ട ചുട്ടുപൊള്ളുന്ന വെയിലാണ്. അന്ന് ആട്ടോണ്ട് എന്തിനാണ് കാണിക്കണത്? അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് വാൽപ്പാറയാണ്. ഇവിടെ നിന്ന് കറക്റ്റ് 354 സംതിങ് കിലോമീറ്റർ ദൂരമുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ഫസ്റ്റ് പോകുന്നത് ചാലക്കുടിയിലാണ്. ഇവിടെ 156 കിലോമീറ്ററിൻ്റെ ദൂരമുണ്ട്. അവിടെ പോയിട്ട് നമ്മൾ ഹാൾട്ട് ചെയ്തിട്ട് പിറ്റേ ദിവസമാണ് നമ്മൾ വാൽപ്പാറ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ വാൽപ്പാറയ്ക്ക് പോകുന്ന വഴിക്ക് മുമ്പായിട്ട് അതിരപ്പള്ളി ഫാൾസ് ഉണ്ട്. അവിടെ പോയിട്ടാണ് വാൽപ്പാറ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് റൂട്ടും കാര്യങ്ങളൊക്കെ. എൻ്റെ അമ്മോ എന്തൊരു വെയിലാണ്, സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് വാൽപ്പാറ പോകുന്നത്. വാൽപ്പാറ പോയിട്ട് നല്ലപോലെ ഈ വീഡിയോ ക്ലിക്ക് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തത് ഏർക്കാടൊക്കെ പോവാം. ഇവിടെ എന്താണ് സംഭവം? മാർച്ചും ധർണയും. ആരത്? KSFE പെൻഷൻ കൂട്ടായ്മ. അവരെയാണ്. KSEB എംപ്ലോയീസിൻ്റെ എന്തോ പ്രശ്നങ്ങളാണ് കേട്ടോ. അവിടെ അവർക്ക് പെൻഷൻ ഒന്നും കെട്ടിക്കാണില്ല. അതുകൊണ്ടായിരിക്കാം. ഓരോരുത്തർക്ക് ഓരോ ബുദ്ധിമുട്ടും കാര്യങ്ങളും. നമുക്ക് കൊണ്ടുവന്ന സൊമാറ്റോയിൽ ഇതുപോലെയൊക്കെ. എവിടെ പോയാലും തിരക്കാണല്ലോ. എന്തോന്നാ. ശരി, ഇവിടെ നിൽക്കാൻ 1000 ഗൂഗിൾ പേ ആണ്. ഇതാണ്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. അത് കുഴപ്പമില്ല. നമ്മൾ മര്യാദയ്ക്ക് ജോലി ചെയ്താൽ മതി. ഇത് നമ്മൾ ജോലിയായിട്ട് നോക്കിയാൽ മതി. ചില ആൾക്കാർ സ്റ്റണ്ട് ചെയ്യും, ബൈക്ക് വീലിങ് കാര്യങ്ങൾ. അതൊക്കെ ചെയ്യുമ്പോഴാണ് പ്രശ്നമാണത്. ഇത് കുഴപ്പമുള്ളതാ പണിയാവില്ലല്ലോ. അയ്യോ, ഇത്രയാ? കുഴപ്പമൊന്നുമില്ലല്ലോ. വെളി കളയാവില്ലല്ലോ. ഫുൾ ടാങ്ക് അല്ലേ? ഇപ്പോൾ എത്ര അടിക്കിയത്? 937 ഫുൾ ടാങ്ക് അടിച്ച്. ഓക്കെ, കുഴപ്പമില്ല, കിടക്കട്ടെ. ഞാൻ സാറിന് ഫുൾ ടാങ്ക് അടിക്കൂല. അങ്ങനെ അതാണ്. 938 അടിച്ചാൽ മതിയാ? 937.22 അല്ലേ? ഓക്കെ, ശരി എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ വരും. നമ്മൾ ചാനലാണ് KLTN വ്ളോഗ്. യൂട്യൂബിൽ നോക്കിയാൽ മതി, KLTN. ഓക്കെ, താങ്ക് യു. പോട്ടാ, പോയിട്ട് 4 ദിവസം ഒരു വലിയ ട്രിപ്പാണ്. തരാം. അപ്പോൾ ഓക്കെ, പോന്നാ. അങ്ങനെ ഐശ്വര്യമായിട്ട് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ടുണ്ട്. സാറിന് ഫുൾ ടാങ്ക് അടിക്കൂല. അടിച്ച കുഴപ്പമൊന്നുമില്ലല്ലേ? ഓവർഫ്ലോ ആവോ? ഇല്ലല്ലോ. ഫുൾ ടാങ്ക് അടിക്കുമ്പോൾ വണ്ടിക്ക് ഭാരം കൂടെയല്ലേ? അപ്പോൾ മൈലേജ് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ചെറിയ ഡൗട്ട്. അത്ര വേറെ കുഴപ്പമൊന്നുമില്ല. കിട്ടുമായിരിക്കും അല്ലേ? ഫുൾ ടാങ്കിൽ വേറെ വിഷയമൊന്നുമില്ല. ബൈസൺ ഹാപ്പി ആയല്ലോ നീ? വയറ് നിറയെ തന്നിട്ടുണ്ട് ഫുഡ്. വാശ ഞാൻ കഴിച്ചത് ആപ്പടെ 4 ഇഡലി ആയിരുന്നു. അപ്പോൾ ബൈസൺ നിന്ന് നല്ല ഫുൾ ടാങ്ക് ഫുഡ് കിട്ടിയിട്ടുണ്ട്. നല്ല വൃത്തിയായി കഴിച്ചോ? ഇനി നിങ്ങൾ ലോങ് പോകാനുള്ളതല്ലേ? അപ്പോൾ എന്തൊരു ബ്ലോക്കായിരുന്നു ആ പാളയം PMG പട്ടമൊക്കെ. ഇപ്പം കുഴപ്പമില്ല, കുറച്ച് ഫ്രീ ആയി. ഇതാണ് നമ്മൾ രാവിലെ പോകണമെന്ന് പറഞ്ഞത്. 5-6 മണിക്ക് പോയിരുന്നെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് പോയായിരുന്നു. നല്ല ഇത്രയും വെയിലും കാണൂല, ട്രാഫിക് കാണൂല. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? രാവിലെ എണ്ണിക്കാൻ തോന്നില്ല. നല്ല തണുപ്പ്, നല്ല ഉറക്കം വേണം, നല്ല മൂടി പോഞ്ഞ് ഉറങ്ങാൻ തോന്നുന്നു. എന്തായാലും വലിയ വിഷയമൊന്നുമില്ല. കുറച്ച് ട്രാഫിക് ബ്ലോക്ക് തന്നെ. ഇവിടെ നിന്ന് കുറച്ച് ഹൈവേ കയറി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് പോകാൻ പറ്റുമായിരിക്കും. ഇന്ന് എന്തായാലും നമുക്ക് വലിയ റൂട്ടൊന്നും കവർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നേരെ പോകുന്നത് ചാലക്കുടിയില്ല. ചാലക്കുടിയിൽ പോയിട്ട് അവിടെ റൂം എടുക്കുന്നു, സ്റ്റേ ചെയ്യുന്നു. അത്ര തന്നെ ഇന്നത്തെ ജോലി മെയിനായിട്ട്. അപ്പോൾ നമ്മുടെ ട്രാവലിംഗ് ടൈം എന്ന് പറയുന്നത് 5 to 6 മണിക്കൂർ മാത്രമേ കാണുള്ളൂ. അങ്ങനെ ആകുമ്പോൾ മണി ഇപ്പോൾ കറക്റ്റ് 11 മണിയായി. 11, 12, ഒരു 5-6 മണിക്ക് എത്തുമായിരിക്കും. മതി, അത്ര തന്നെ. അപ്പോൾ ഇന്നത്തെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മൾ പോകുന്ന റൂട്ടും കാര്യങ്ങളും തന്നെ. അപ്പോൾ ഈ റൂട്ടിലോട്ട് പോകുന്ന കാര്യങ്ങളും പിന്നെ എൻ്റെ എക്സ്പീരിയൻസും പിന്നെ കുറേ കോമഡി ഫണ്ണ് ചളുവൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞുകൊണ്ട് പോകാം അല്ലേ? ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ KSRTC റൂളാണ്. പിന്നെ അവർ സൈഡ് തരാനൊന്നുമില്ല. നമ്മൾ വേണമെങ്കിൽ കയറി പൊയ്ക്കോളൂ. അത്ര തന്നെ. കുറ്റം പറഞ്ഞല്ല, അവർക്ക് അങ്ങനെ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. നമുക്ക് എന്തെങ്കിലും ഫ്രണ്ടിൽ കയറിയില്ലേ പറ്റൂ. അപ്പോൾ എന്ത് ചെയ്യണം? KSRTC കിളിമാനൂർ ഫാസ്റ്റ് പാസഞ്ചറാണ്. ഇവിടെ ഫുൾ വളവും കാര്യങ്ങളാണ് പതുക്കെയാണ് പോണത്. കുറച്ച് അങ്ങോട്ട് പോട്ടെ. അണ്ണം പോക്ക് നോക്കിയോ? നീ ഏറി അടിക്കപ്പില്ല. ഇത് നമ്മ ആട്ടോ അല്ലേ? അപ്പോൾ എങ്ങനെയൊക്കെ KSRTC ഓവർടേക്ക് ചെയ്തതല്ല. അവർ ബസ് സ്റ്റോപ്പായിട്ട് നിന്ന് ഞാൻ ഓവർടേക്ക് ചെയ്തു. അത്ര തന്നെ.
തൊണ്ട എപ്പോഴും ശരിയായിട്ടാ, തൊണ്ടയും മൂക്കും ചെറിയൊരു അടപ്പ് എപ്പോഴും ഉണ്ട്. കുഴപ്പമില്ല, ഒരുമാതിരി അഡ്ജസ്റ്റ് ചെയ്ത് വ്ളോഗ് ചെയ്യാം. സംസാരിക്കാൻ ഏറ്റവും പാട്, വേറെ വിഷയമൊന്നുമില്ല. വീട്ടിൽ ഇരുന്നപ്പോൾ കുഴപ്പമില്ല, ഇങ്ങോട്ട് പുറത്തിറങ്ങിയപ്പോൾ വെയിലും ഡസ്റ്റൊക്കെ അടിക്കുമ്പോൾ പിന്നെ ഈ മൂക്ക് അടയുന്നു. അതുപോലെ ഓഫീസ് വർക്കാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. പക്ഷേ നമുക്ക് ട്രാവൽ റൈഡൊക്കെ ചെയ്യുമ്പോൾ നല്ല ഹെൽത്തി ആയിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നടക്കൂല കാര്യങ്ങളൊക്കെ. അതാണ് ഇത്രയും ദിവസം ഡിലേ ആയത് വ്ളോഗ് വരാനായിട്ട്. പറത്തി വിട് ഉദ്ദേശിച്ച് അത്രേ ഉള്ളൂ. അത് തന്നെ 65 പോവല്, പെറ്റി അടിച്ച് വിടും. MC റോഡിലെ സ്പീഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം 60 അതിനപ്പുറം പോവലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഓക്കെ, ഒന്ന് മാപ്പ് നോക്കിയേക്കാം. അപ്പോൾ നമ്മൾ പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് വെഞ്ഞാറമൂട്, കിളിമാനൂർ, ആയൂർ, കൊട്ടാരക്കര, അവിടെ നിന്ന് നമ്മൾ നേരെ ചങ്ങനാശ്ശേരി, കോട്ടയം. ഓക്കെ, കോട്ടയത്ത് നിന്ന് നമ്മൾ നേരെ പോകേണ്ടതാണ് ഇവിടെ, അത് ചാലക്കുടി. ഓക്കെ, എല്ലാം സെറ്റ് ചെയ്യണം. അപ്പോൾ ക്യാമറ ആംഗിൾ ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് മാത്രം കുറച്ച് ചരിച്ച് വെക്കണമായിരുന്നു. GoPro 8. ഈ റൈഡിങ് ജാക്കറ്റും കൂടെ ഇട്ടെങ്കിൽ സൂപ്പറാണ്. ഇപ്പോൾ റൈഡിങ് പാൻറ്റ് മാത്രം നമ്മുടെ കയ്യിലുള്ളൂ. പിന്നെ ഒരു കാര്യം, റൈഡിങ് ജാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല വെയിറ്റും ആയിരിക്കും, അതേ സമയത്ത് ചൂട് സഹിക്കാൻ പറ്റില്ല കേട്ടോ. എങ്ങനെ ഓടിക്കുന്ന ആൾക്കാരൊക്കെ ഇട്ടുകൊണ്ട് സമ്മതിക്കണം കേട്ടോ, എന്നെ കൂടെ പറ്റില്ല. ഈ കാലിൻ്റെ അവിടെ മുട്ടിൻ്റെ ഭാഗം പകരം എറിവിരിക്കുകയാണ്. അത് ഒരുമാതിരി എന്താ പറയുക, നമുക്കൊരു ഫ്രീഡം കിട്ടില്ല വണ്ടി ഓടിക്കാനായിട്ട്. കുഴപ്പമില്ല, എന്നാലും പഴകുമ്പോൾ ശരിയായിക്കോളും. ഏതൊരു കാര്യം പുതിയതായിട്ട് യൂസ് ചെയ്യുമ്പോൾ ചെറിയ ബുദ്ധിമുട്ട് കാണും. എന്തായാലും ഇനി റൈഡിങ് ജാക്കറ്റിൻ്റെ കുറവുണ്ട്, അതും കൂടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ എല്ലാം സെറ്റ്. നമ്മളൊരു പ്രോ റൈഡറാകും കംപ്ലീറ്റ് ആയിട്ട് അല്ലേ. മണി ഇപ്പോൾ കറക്റ്റ് 12 മണിയായി. ഒന്നും ആയില്ല സുധീഷേ, വെമ്പായം പോലെ എത്തിയില്ല ഇതിനായിട്ട്. എന്ത് ചെയ്യാം, നമുക്ക് ഈ ക്യാമറ ആംഗിളൊക്കെ നോക്കി വരുമ്പോൾ സമയം എടുക്കും ഒരുപാട്. അതങ്ങനെയാണ് അല്ലേ, വ്ളോഗർമാർക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ കാര്യങ്ങൾ എന്താണെന്നുള്ളത്. ചുമ്മാ റൈഡാണെങ്കിൽ കുഴപ്പമില്ല, വിട്ട് പറന്ന് പോവാം. നമ്മൾ ഈ ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് പോകുമ്പോൾ അതിൻ്റെതായ സമയം എടുക്കും. എന്തായാലും കുഴപ്പമില്ല, പയ്യെ പോവാം. എന്തായാലും കുഴപ്പമില്ല, നമ്മുടെ മെയിൻ പർപ്പസ് നമ്മുടെ വ്ളോഗാണ്. അപ്പോൾ അത് നല്ലപോലെ ക്യാപ്ചർ ചെയ്യണം പോകുന്ന വഴിയിൽ കാഴ്ചകളൊക്കെ. വെഞ്ഞാറമൂടെത്തി, സൂപ്പർ. ഇവിടുന്ന് റൈറ്റിലാണ് പോകേണ്ടത്. ടേക്ക് ഡൈവേഴ്സ്, വണ്ടി പോകില്ല ഇങ്ങോട്ട്. മൈ ഗോഡ്, നോ എൻട്രി ഫോർ ഹെവി വെഹിക്കിൾസ്. ഹെവി വണ്ടി പോകില്ല. അപ്പോൾ അവിടെ നിന്ന് പണി നടക്കുകയാണ്, റോഡ് പണി ഉണ്ടാക്കി. ഇവിടെ താകുമ്പോൾ എന്താണ് പാലം വരാൻ പോകണം വെഞ്ഞാറമൂടിൽ. ഇവിടെയൊക്കെ വന്നിട്ട് വർഷങ്ങളായിട്ടാ, വർഷങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, 1 വർഷം ആവാറായി. ലാസ്റ്റ് വന്ന് എപ്പോഴാണ് അപ്പയുടെ ഓപ്പറേഷന് ഇവിടുന്ന് വലിയ പാലം വരാൻ പോകണം, ഫ്ലൈ ഓവർ, ട്രാഫിക് ബ്ലോക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാക്കി. മിക്കവാറും മാർത്താണ്ഡം പാലം പോലെ ആയിക്കോട്ടെ, ചെറിയൊരു പാലമായിരിക്കും, നല്ലതേനെ കേട്ടോ. ഇതൊരു ബ്ലോക്ക് ഇവിടെയൊക്കെ. ഇപ്പോഴത്തേക്ക് ഹെവി വെഹിക്കിൾസ് മാത്രം കൂടെ അലവില്ല, അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റുന്നു. വലിയ പാലം തന്നെ വരാൻ പോകണം കേട്ടോ. തൂണ് കണ്ടാ, തൂണിൻ്റെ സൈസ്. ബാക്കി ആംബുലൻസ് പറഞ്ഞു. ഇതുവഴി എങ്ങനെ ആംബുലൻസ് പോണത്, നമുക്കേ സ്ഥലമല്ലേ പോകാനായിട്ട്. എന്നാൽ റൂട്ട് മാറ്റി പിടിച്ചാണ് നല്ലത്. അപ്പോൾ ഇപ്പോൾ ഒന്ന് ഫ്രീ ആയിട്ടാ, ബ്ലോക്ക് കുറഞ്ഞ്. ലൈറ്റായിട്ട് വിശക്ക് പോലെയൊക്കെ സുധീഷ്. എന്ത് ചെയ്യാൻ, ചായ കുടിക്കണോ, എന്തെങ്കിലും സ്നാക്സ് ഐറ്റംസ്. രാവിലെ കഴിച്ചത് 4 ഇഡ്ഡലിയും ചമ്മന്തി മാത്രമാണ്. അതൊക്കെ എപ്പോഴും ദഹിച്ച് കാണും ഈ വെയിലത്തല്ലേ. അണ്ണ എന്തിനാ എവിടെ കയറി പോകണേ? ശരി, അണ്ണൻ കയറി പോകാം, ഞാൻ വഴി പോവാം. ലേലക്ക് ലേലക്ക് ലേ 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 ലേ. നമ്മളാൾക്കാർ കാണോ? അതെ, കൈയോട് ആണോ റൈഡ് ഇറങ്ങിയത്? സോ തന്നെ എല്ലാവരും എവിടെ താമസിക്കുന്നത്? വെഞ്ഞാറമൂടിനെ. അങ്ങനെ ഇപ്പോൾ എവിടെ പോണ്? ഓക്കെ ഓക്കെ, സ്വന്തമായിട്ടാണ്? അടിപൊളി. ഇപ്പം ഞാൻ അവിടെ റൈഡ് വാൽപ്പാറ. അവിടെ എല്ലാം പാക്ക് വെച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഞാൻ ഒരു ദിവസം വരാം, ഫ്രീ ആകുമ്പോൾ. അല്ലേ പോയിട്ട് വരുമ്പോൾ അത് കയറാം നോക്കട്ടെ. എവിടെ ലൊക്കേഷൻ വരുന്നത് ഷോപ്പ്? ഓക്കെ, അങ്ങ് പോവാം. നമ്മളെ പയ്യന്മാരെ കട നമ്മൾ കാണിച്ചില്ലേ, മോശമല്ലേ? ഷോപ്പ് കാണിച്ചിട്ട് പോവാ. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് തിരിച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്യണ്ടേ? ഓക്കെ ഓക്കെ, ഇതാണ് ഷോപ്പ് അല്ലേ, സൂപ്പർ. അടുത്തിനെ പോണ വഴിക്കിന് പിന്നെ വിഷയമില്ല. പരാവതി ജെൽ സീറ്റ് ആൻഡ് ഫോൾസ്റ്ററി വർക്ക്സ്. നമ്മളെ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഡിസ്കൗണ്ട് ഉണ്ടെങ്കിലും ഓഫറായിട്ട് കൊടുക്കുമല്ലോ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഷോപ്പ്, സംഭവം സെറ്റ് കേട്ടാ. ഇതെങ്ങനെ ഫിറ്റ് ചെയ്യും ബൈക്കിൽ നമ്മൾ? ആ ഷേപ്പിലല്ലേ? ഇതിൻ്റെ എന്താ ഇതിൻ്റെ പർപ്പസ് എന്താണ് സംഭവം? റോഡ് വൈബ്രേഷൻ ഉണ്ടാവില്ല, കൂളിംഗ്. അതാണ് തൊട്ട് കഴിഞ്ഞാൽ കൂളായും. ഈ കൂളി എപ്പോഴും കാണോ അങ്ങനെ? കൊള്ളാമല്ലോ, നമുക്ക് എന്തായാലും വന്ന സ്ഥിതിക്ക് ഇതൊക്കെ ഉപയോഗിച്ച് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ജെൽ സീറ്റ് പൊളിയാണല്ലോ അത്. പയ്യന്മാരെ ഓരോ കണ്ടുപിടിപ്പുകളല്ലേ ഇപ്പോഴത്തെ പയ്യന്മാർ, ഓരോ ഫാഷനെ അതുപോലെ അല്ലേ. കൊള്ളാട്ടാ. തണുപ്പുണ്ട്, കൊള്ളാമല്ലോ. അടിപൊളിയായിട്ടാ, ഗ്യാസിക്ക് തിരുന്ന് വിളിക്കുന്നത്. കൊള്ളാട്ടാ ബ്രോ, അടിപൊളി. ഓക്കെ, എത്ര രൂപ ബ്രോ ഇത് ചെയ്യണത്? മാത്രമാണെങ്കിൽ 4,300. ഇതിൻ്റെ ആ ഒരു ക്വാളിറ്റി ഉണ്ടല്ലേ ഇത്രയ്ക്ക്. സിലിക്കാൻ ജെല്ലല്ലേ, സീറ്റ് കവർ, ഈ ജെല്ലും പിന്നെ സർവീസ് ചാർജ് ചേർത്ത് 4,300 ആവും. സിംഗിൾ സീറ്റ് മാത്രം അല്ലേ? അപ്പോൾ ഓക്കെ, ബൈ ബ്രോ, കാണാം. പോടാ. സത്യം പറഞ്ഞാൽ എല്ലാം കൊണ്ട് കൊള്ളാം കേട്ടോ, ബെസ്റ്റ്. ക്യാമറ ചെറിയ പ്രശ്നം കാണിക്കണം, GoPro 9. അയ്യോ, ഇതെങ്ങനെ വ്ളോഗിന് പിടിയില്ല. ഇടയ്ക്കിടയ്ക്ക് ദൂരം കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ഇന്നത്തെ വ്ളോഗ് മൊത്തം കൊള്ളാവും. ഇപ്പോൾ ഒന്ന് ഓഫീസ് ഓൺ ചെയ്ത് കുറച്ച് ചാർജ് ഇട്ടപ്പോൾ ശരിയായി, നല്ല വർക്ക് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ലാതെ. ദോണ്ട ജഡായി പറ കാണാൻ പറ്റണ. ഈ MC റോഡിലെ മെയിൻ വിഷയം എന്ന് പറയുമ്പോൾ സ്പീഡ് ലിമിറ്റാണ്. ഇവിടെ 65 കിലോമീറ്റർ മേലെ സ്പീഡിൽ പോകാൻ പാടെന്ന് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ പോകുന്നു മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് എത്ര പതുക്കെ പോയാലും 65 സൂപ്പറായിട്ട് പറഞ്ഞു. ചിലപ്പം പറയാൻ പറ്റില്ല, പോകുന്ന വഴിക്ക് എവിടെയും ചെക്കിംഗ് ആണ് പോലീസൊക്കെ. പിടിച്ചു കഴിഞ്ഞാൽ പെറ്റിയാണ്, 500 1000 അടിച്ച് തരും കയ്യിൽ. നമ്മൾ പതുക്കെ പോകണത്. ചിലയിടത്തൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക് അറിയാതെ തന്നെ സ്പീഡ് കൂടി പോയി നോക്കുമ്പോൾ 65 മേളിൽ പോയിക്കൊണ്ടിരിക്കുന്നു. സംഭവം റോഡ് കിടക്കില്ല സ്പേഷ്യസ് ആയിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അടിച്ച് പുറത്ത് തോന്നും. പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ ലെവലിൽ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ നല്ലപോലെ വണ്ടിക്ക് മൈലേജ് കിട്ടും. ഒരു 60 മേളിൽ കിട്ടും, ഉറപ്പാണ്. അതുമില്ല നമ്മൾ സ്പീഡിൽ പോയിട്ട് ഇപ്പോൾ അവിടെ പോയി എന്ത് ചെയ്യാൻ പോണ്ട്, നേരത്തെ പോയിട്ട് പയ്യെ പോവാം അല്ലേ. ഓരോ സ്ഥലവും നമ്മളെ കണ്ട് രസിച്ച് ശരിക്കും മരങ്ങളുണ്ട്, വീടുകളുണ്ട്, കടയുണ്ട്, പുതിയ പുതിയ ആൾക്കാർ, പുതിയ പുതിയ വണ്ടികളെല്ലായിടത്തും ഒന്നു തന്നെ.
പറയുമ്പോൾ തള്ളി വിടാൻ കൊള്ളാം. ചെറിയ പ്രൊമോഷൻ ഉണ്ട്, 2 മിനിറ്റ് പറഞ്ഞു പോട്ടാ. ഓക്കെ ശരി. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടിയുടെ ഇൻഷുറൻസ് എടുക്കാൻ ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. സ്കൂട്ടർ മുതൽ ലോറി വരെ പ്രൈവറ്റ് ആൻഡ് കമേഴ്ഷ്യൽ എല്ലാ ടൈപ്പ് വണ്ടി നല്ല അഫോർഡബിൾ റേറ്റിൽ സൂപ്പറായിട്ട് ചെയ്തു തരും. ഇതാണ് എൻ്റെ കോൺടാക്ട് നമ്പർ. ഇതിൽ വിളിക്കാം, അല്ലെങ്കിൽ വാട്സാപ്പ് വെച്ചാൽ മതി, നിമിഷങ്ങൾക്കുള്ളിൽ സെറ്റ് ചെയ്ത് തരാം. ഓക്കെ, ഇതൊക്കെ എൻ്റെ വർക്കിൻ്റെ ഭാഗമാണ്, ഒരു ചെറിയ സെൽഫ് പ്രൊമോഷൻ. ഇപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കൊള്ളായിരുന്നു. എന്തായാലും കഴിച്ചിട്ട് പോയല്ലോ, വിശക്കണ്. ഇവിടെ എന്തുണ്ട് കഴിക്കാനുണ്ട്? ബേക്കറി ഐറ്റം, ജ്യൂസ് ആയതുകൊണ്ട് ജ്യൂസ്, ഗ്രേപ്പ് കഴിക്കാൻ, സ്നാക്സ് ഐറ്റം ഉണ്ട്, എന്തെങ്കിലും പപ്സോ. അപ്പോൾ കഴിക്കാൻ നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പ്ലാൻ ചെയ്ത് ഈ ജ്യൂസും കുടിച്ചിട്ട് ഒരു സ്നാക്സ് ഓർഡർ ചെയ്ത് നോക്കിയപ്പോൾ സ്നാക്സ് ഒന്നും ഇല്ല. എന്തായാലും ബിരിയാണി ഓർഡർ ചെയ്തു, ചിക്കൻ ബിരിയാണി കഴിക്കാം. നമ്മൾ ഈ ആഹാരം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പണി കിട്ടും. പിന്നെ വൈകിട്ടാകുമ്പോൾ തലവേദന ശബ്ദം ഉണ്ടാവും. സാറിന് വില ചോദിച്ചാൽ ഓർഡർ ചെയ്യുള്ളൂ. ആവശ്യം വിശപ്പ് ഉള്ളതുകൊണ്ട് നോക്കിയില്ല. അപ്പോൾ ഓക്കെ പോകുന്ന സംഭവം നമ്മൾ റൈഡിങ് ഇതുണ്ടല്ലോ, പാൻറ് എടുത്ത് ഞാൻ മടക്കി വെച്ചിട്ടുണ്ട്. പറ്റുള്ള സത്യം പറഞ്ഞാൽ, കാരണം എന്താ പറയുമ്പോൾ ഈ പാൻറ് ഒന്നാമത് കോട്ടൺ ജീൻസാണ്, അതിൻ്റെ കൂടെ അതും കൂടെ ഇടുമ്പോൾ ശരിയാവില്ല. നമുക്ക് നാളെ വാൽപ്പാറ പോകുന്ന നേരത്ത് അടിയിൽ ബെർമോഡ് ഇട്ടിട്ട് നമുക്ക് ഇതാം, അപ്പോൾ കറക്റ്റ് ആയിരിക്കും അല്ലേ. എല്ലാം കൂടെ ഇറുവുമ്പോഴേ പറ്റുന്നില്ല, ഭയങ്കര പാടായിരിക്കും. ഇനി 200 കിലോമീറ്റർ ദൂരമുണ്ട് ചാലക്കുടി താനായിട്ട്. മണി ഇപ്പോൾ 2:52 ആയിട്ടുണ്ട്, 3 ആവറായി. ഇനി ഒരു 5-6 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ കഴിച്ച ഫുഡിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 150 രൂപ ബിരിയാണിക്ക്, 60 രൂപ ഗ്രേപ്പ് ജ്യൂസ്, എല്ലാം കൂടെ മൊത്തം 210 രൂപ ആയിട്ടുണ്ട്. ലൈറ്റായിട്ട് ബോറടിക്കണം. ഒന്ന് പാട്ട് കേട്ടാലോ മ്യൂസിക് പ്ലെയറിൽ? ഓക്കെ, പാട്ട് വെച്ചിട്ടുണ്ട്. അത് തന്നെ. നേരെ പോയാൽ കോട്ടയം, ലെഫ്റ്റ് പോയാൽ കൊല്ലം, റൈറ്റ് പോയാൽ പുനലൂർ. കണ്ട, മാപ്പ് നോക്കേണ്ട ആവശ്യമില്ല, ഈ സൈൻ ബോർഡ് നോക്കി കറക്റ്റാக പോയാൽ മതി. കൂടെ വാണി ഉണ്ടെങ്കിൽ മാപ്പ് നോക്കി കറക്റ്റാக പറയും കാര്യങ്ങളൊക്കെ. ഒറ്റയ്ക്ക് പോകുമ്പോഴേ എല്ലാം കൂടെ പാടല്ലേ, എടുത്ത് മാപ്പ് നോക്കി വച്ച്. ഇപ്പം നോക്കിയപ്പോൾ ഈസി തന്നെ, ഒരിക്കൽ മാപ്പ് നോക്കിയാൽ മനസ്സിലായി. MC റോഡ് പിടിച്ച് നേരെ പോയാൽ മാത്രം മതി. എല്ലായിടത്തും മനുഷ്യരുണ്ട്, നമ്മളെപ്പോലെ തന്നെ എല്ലാ ആൾക്കാരും. കുറച്ച് ഭാഷയുടെ സ്ലാങ് മാത്രം മാറണമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ബൈക്ക് ഉണ്ടെങ്കിൽ ഇടയ്ക്കിടെ റൈഡ് ചെയ്യുക, ലോങ് റൈഡൊക്കെ പോകുക, നല്ല എക്സ്പീരിയൻസ് ആണ്. ചുമ്മാ വീട്ടിൽ കിടന്ന് ഒരു 5-10 കിലോമീറ്റർ ഓടിയിട്ട് കാര്യമില്ല. ഇതുപോലെ 50-60 കിലോമീറ്റർ, ഇത് 50-60 അല്ല, ഇതൊരു 150 അല്ല, ഇതൊരു 350 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട് മാത്രമായിട്ട്. പോയിട്ട് വരുമ്പോൾ 700 കിലോമീറ്റർ മുകളിലാവും. ഒരുപാട് ദൂരം, ഒരുപാട് ആൾക്കാർ നമ്മൾ മീറ്റ് ചെയ്യും, ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടും, പുതിയ അറിവുകൾ നേടാൻ പറ്റും. ചിലപ്പം ശ്രമിച്ചാൽ നേടാൻ പറ്റും, അത്ര തന്നെ. പിന്നെ ഒരു കാര്യം, ഇപ്പം ഞാൻ കാണിക്കുന്ന ലൊക്കേഷൻ ആൾറെഡി കുറേ വ്ളോഗ് വന്നിട്ടുണ്ട് ഇഷ്ടം പോലെ, അതുകൊണ്ട് ഞാൻ പുതിയതായിട്ട് കാണിക്കാനൊന്നുമില്ല. പിന്നെ ഇത് എൻ്റെ ചാനലിൽ ഞാൻ ചെയ്യുന്ന ഒരു സ്റ്റൈലിൽ ചെയ്തു പോകുന്നു, അത് കുറച്ച് എൻഗേജിങ് ആയിട്ട് കിട്ടിയ ലക്ക്. ഇപ്പോൾ ലോങ് റൈഡൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഈ വീഡിയോ കണ്ട് ഷെയർ ചെയ്യണം മാക്സിമം എല്ലാവരും, കേട്ടല്ലോ. മെയിനായിട്ട് ബൈക്ക് റൈഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കൂടുതൽ ഷെയർ ചെയ്യുക, ഒരുപാട് സപ്പോർട്ടിങ് ആയിരിക്കും. മണി ഇപ്പോൾ കറക്റ്റ് 3:40 ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലമല്ല, പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്ഥലം പന്തളമാണ്. കുഴപ്പമില്ല, ഓടി എത്തി ഇത്രയും ദൂരം. ഇവിടുത്തെ കാലാവസ്ഥ കംപ്ലീറ്റ് ക്ലൗഡിയാണ്, മഴയ്ക്കുള്ള ചാൻസ് ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചെറിയൊരു മഴത്തുള്ളികൾ വീണ് കയ്യിൽ. അത് മഴയാണ് ആരും തുപ്പിയാണെന്നറിയൂടാ, മഴയായിരിക്കും അല്ലേ. അപ്പോൾ കഴുത്ത് ഭയങ്കര വേനട്ട, കഴുത്തും തോളും. ഇതാണ് പന്തളം അയ്യപ്പ ക്ഷേത്രം, ഇവിടെ അല്ലേ? സ്വാമി ശരണം, പന്തളം വലിയ കോവിൽ, വലിയ കോയിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ടെമ്പിൾ. ഇവിടെ നിന്ന് കയറാൻ സമയമില്ല. ഇതാരും ഇടയ്ക്കറി വേണം ബാക്കിൽ നിന്ന്. എൻ്റെ അമ്മ പേടിച്ചാൽ ജസ്റ്റ് മിസ്റ്റേക്ക് നമ്മളെ ഭാഗത്താണ്. നമ്മൾ ലെഫ്റ്റ് ചെയ്ത് നോക്കി കയറണമായിരുന്നു, കയറിയില്ല. ശരി, കുഴപ്പമില്ല, സോറി. അവർക്കാണെങ്കിൽ ഹെൽമെറ്റ് ഇല്ല 2 പേർക്കും, അത് സൂപ്പർ. നമ്മളങ്ങനെ ചെങ്ങന്നൂർ എത്തിയിട്ടുണ്ട്. ചെങ്ങന്നൂർ ജ്വല്ലറീസ്, അത് ചെമ്മണ്ണൂരല്ലേ, എന്തെങ്കിലും ആവട്ടെ. അങ്ങോട്ടൊക്കെ ഫുൾ കാർമേഘം കേട്ടോ. കണ്ട കാർമേഘം കണ്ട, എൻ്റെ അമ്മോ ഒരു രക്ഷയില്ല കേട്ടോ. ഇത് ഏത് ഏരിയ അങ്ങോട്ട് ഒരു പിടിയില്ല. നാളത്തെ അതിരപ്പള്ളി ഫാൾസ് വാൽപ്പാറൊക്കെ വെള്ളത്തിലാവോ ദൈവമേ. കഷ്ടപ്പെട്ടാണ് പൈസയിലാക്കി പോണത്. എന്തെങ്കിലും കാണിക്കാന്തെങ്കിലും വേണം. എവിടെയാണ് മഴ പെയ്യുന്നത്? അങ്ങോട്ട് തന്നെ. എൻ്റെ അമ്മോ, ഇപ്പം നമ്മൾ അവിടെ കണ്ടതോ, അത് ഈ റോഡ് വളഞ്ഞൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അവിടെ ഇവിടെ കാണിക്കും, പക്ഷേ അങ്ങോട്ടാണ് മഴ കേട്ടാ. വണ്ടി ഒന്ന് ഒതുക്കി, ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മളെ ക്യാമറ GoPro കണ്ട ഇളവി തുടങ്ങി. ഇനി ഇത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ക്യാമറ ഉറപ്പായിട്ട് തറയെ വീഴും. അങ്ങനെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കയറി ഇട്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അഡ്വാൻസ്ഡ് ആക്കി ഇപ്പോൾ കാര്യം. എന്തായാലും ഇനി ഈ ക്യാമറ ഇപ്പോഴത്തേക്ക് യൂസ് ചെയ്യണ്ട, കുറച്ച് കഴിയിട്ട് അവിടെ റൂമിൽ പോയിട്ട് സെറ്റ് ചെയ്യാം. ഇത് എവിടെ കയറ്റി വെക്കാം, ഇവിടെ വയ്ക്കാമെന്നാ, ഇവിടെ കയറ്റി അണ്ണ ഇവിടെ ഇരുന്നോ, തൽക്കാലത്തേക്കാണ് നല്ലത്. ഓക്കെ, പോന്നാ കമോൺ കൊയ്ക്ക്. അയ്യോ, അങ്ങോട്ട് കണ്ട കാർമേഘം കറാന്നിരിക്കണ്. ഇത് എന്തിനാണ് ഇപ്പം ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഞാനേ ഒന്നാമത് വല്ലപ്പോഴും ട്രിപ്പ് പോകണത്, കഷ്ടം തന്നെ കേട്ടോ. എന്തായാലും റെയിൻ കോട്ടൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, വേറെ വിഷയമൊന്നുമില്ല. എന്നാലും മഴ നനയാതെ പോകണതാണ് നല്ലത്. നേരെ പോയ അങ്കമാലി, റൈറ്റ് പോയ ശബരിമല. ഇപ്പം നിൽക്കുന്ന സ്ഥലം തിരുവല്ല. അങ്ങനെ തിരുവല്ല എത്തി നമ്മൾ. അപ്പോൾ നല്ല ഇരുണ്ട് വാർന്ന് കേട്ടാ, നല്ല മഴയും പെരുമഴയും എന്തായാലും ഇപ്പോൾ ഉണ്ടാവും. ഈ സ്ഥലത്തിൻ്റെ പേര് ചങ്ങനാശ്ശേരിയാണ്. റെസ്റ്റ് ഹൗസ് ഉണ്ട് ലെഫ്റ്റ് സൈഡിലായിട്ട്. നമുക്ക് പോകേണ്ട ചാലക്കുടിയില്ലേ, അവിടെയാണ് കറക്റ്റ് പോയിന്റ്. അപ്പോൾ അവിടെ പോയിട്ട് റെസ്റ്റ് എടുത്തിട്ടാണ് ഞാൻ പിറ്റേ ദിവസം പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പോണ പോക്ക് കണ്ടു കഴിഞ്ഞാൽ
നടക്കുമോ വല്ലതും? നടക്കാത്തെന്ന് സുതീഷേ, കട്ടക്ക് നെല്ല് അത്ര തന്നെ. ഇതിനപ്പുറം മഴയും ഇടിയും മിന്നലൊക്കെ നമ്മൾ കണ്ടു വന്നിരിക്കുകയാണ് സൊമാറ്റോ വ്ളോഗ് ചെയ്യുമ്പോൾ അല്ലേ ട്രിവാൻഡ്രത്ത്. പിന്നെയാണ് ഈ ഒരു ചെറിയൊരു ചാറ്റൽ. ഇവിടെ സുനാമി വന്നാലും ശരി, വണ്ടി ഓടിച്ചോണ്ട് മുമ്പോട്ട് പോകില്ല, പുറകോട്ട് പോകില്ല. ഇങ്ങനെയൊക്കെ ചുമ്മാ തള്ളി വിടാൻ ഡയലോഗ് അടിച്ച്. പക്ഷേ ഒരു മഴ വരുമ്പോഴാണ് സുതീഷ് കണ്ടം വഴി ഓടുന്നത്. ഉള്ള മഴ ദൈവമേ, മഴ തുടങ്ങിയാണ്. ഇവിടെ നിന്ന് എസ്കേപ്പായി പെട്ടെന്ന് പോകണം, ഈ റൂട്ട് ശരിയല്ല. ഓഹോ, മഴ ഉറക്കണം. ഒതുങ്ങ്, ഇനി ശരിയാവില്ല. ഡയലോഗൊക്കെ അടിച്ചത് മതി. ഊരും ബ്ലഡ് 10,000 അച്ചാണി കൊണ്ട കിച്ചാണി. ഇവിടെ ഒതുങ്ങി നിൽക്കാൻ തൽക്കാലത്തേക്ക്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ മഴ ഹെവി ആവും. ഒരു ചെറിയ മഴ എപ്പോൾ വീട് എന്തായാലും വേറെ വിഷയമില്ല. ഇവിടെ അത് പാർക്കാണ്, അടിപൊളിയായിരിക്കണത്. അത് കയറാൻ പറ്റുമോ? അടച്ചു കാണും. ഓക്കെ, പോകാം. മഴ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം വിട്ട് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ എത്താം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇനി നേരം വിളിക്കും. ഇവിടുന്ന് ചാലക്കുടി മൊത്തം 126 കിലോമീറ്റർ ദൂരമുണ്ട്. 3 മണിക്കൂർ യാത്ര കാണിക്കുകയാണ്. നടക്കുമോ സുതീഷ വല്ലതും? മണി 5:20 3 മണിക്കൂറാകുമ്പോൾ 8:30 മണി അവിടെ എത്താനായിട്ട്. ഓഹോ, എന്തൊരു വെള്ളപ്പൊക്കം ഇവിടെ. ഓ, ചില സമയത്ത് മഴ നല്ല കാണാൻ രസമായിരിക്കും, ചില സമയത്ത് ദേഷ്യം വരും. എന്ത് റെയിൻകോട്ട് ഇടണോ വേണ്ടേ? ഇത് ഇറങ്ങിപ്പോൾ ഇടാം, വിഷയമൊന്നുമില്ല. ഞാൻ വിചാരിക്കുന്നത് വേറെ ഒന്നുമില്ല, ഇത്രയും ദൂരം എത്തി, ഇനി കുറച്ചല്ലേ ഉള്ളൂ. റെയിൻകോട്ട് ഇടണ വിഷയമില്ല. അതൊക്കെ ഇനി എടുത്ത് പാക്ക് ചെയ്ത് അൺപാക്ക് ചെയ്ത് ഇതൊക്കെ ദേഷ്യം പറഞ്ഞു ആലോചിക്കുമ്പോൾ തന്നെ. സംഭവം കൊള്ളാമല്ലേ, മഴ കാണാൻ ലുക്കുണ്ട്. ഇപ്പോൾ ഇത്തിരി നേരത്തെ ഭയങ്കര മഴയാണ്, അത് വേണ്ട. ഇതുപോലത്തെ ഒരു മഴയാണ് വലിയ കുഴപ്പമില്ല. തണുപ്പുകൊണ്ട് റോഡ് ലുക്കായിരിക്കണം, വണ്ടി ഓടിക്കാൻ സുഖം കണ്ട. ആഹാ, ഇതിന് മുമ്പ് നമ്മൾ ഒരുപാട് റൈഡ് പോയിട്ടുണ്ട്. എന്നാലും ഒറ്റയ്ക്ക് സോളോ റൈഡ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഫീൽ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കുറേ ആൾക്കാരൊക്കെ. സംഭവം കൊള്ളാം കേട്ടോ. നമ്മളെ ഇഷ്ടപ്പെടി. ഇവിടെ നമ്മളെ ലോകമാണിത്. ഇവിടെ നമുക്ക് എന്ത് വേണം ചെയ്യാം. ഇവിടെ നിൽക്കാം, ഇവിടെ കിടന്ന് ഉറങ്ങുക, ആരും ചോദിക്കില്ല നമ്മുടെ അടുത്ത്. ഇവിടെ കിടന്ന് റോഡിലില്ല, ഇവിടെ റൂം എടുത്ത് താമസിക്കാം. വലിയ സംഭവമൊന്നുമില്ല, ആർക്കും ഇവിടെ പൈസ എടുത്ത് പോവാം. ഒരു ബൈക്ക് ഉണ്ടെങ്കിൽ മാത്രം മതി. ബൈക്ക്, ഗൂഗിൾ മാപ്പ്, കുറച്ച് കയ്യിൽ പൈസ. എന്ത് രസം കണ്ട. ഒറ്റയ്ക്ക് ഇപ്പോൾ അടിപൊളിയാണ്. അതൊക്കെ വേറെ ലെവൽ ഫീലാണ്. ആദ്യം കുറച്ചൊരു പേടിയാണ്, പിന്നെ ശരിയായിക്കോളും. വെൽക്കം ടു കോട്ടയം. നമ്മളങ്ങനെ കോട്ടയം ജില്ലയിലോട്ട് എൻ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് ആരെങ്കിലും നമ്മൾ LAPG ഗ്യാങ് ഉണ്ടെങ്കിൽ ഹായ് പറഞ്ഞേക്കാം. എന്ത് സൗണ്ട് ഇത്? ബൈക്കാ? ബുള്ളറ്റാ? ഹീറോയുടെ സ്പ്ലെൻഡറിൽ ഈ സൗണ്ടാ? കൊള്ളാലോ. ഇത് മാക്രി ഗോപാലൻ. ആദ്യകാലത്ത് തവളപിടുത്തമായിരുന്നു തൊഴിൽ. ഓക്കെ, ഇവിടെ ഒന്നും മഴയൊന്നും അധികം ഇല്ല. നല്ല റോഡൊക്കെ ഡ്രൈ ആയിരിക്കണം ചിലയിടത്തൊക്കെ. ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഒന്നും ഒരൊറ്റ തുള്ളി മഴ പോലും പെയ്തിട്ടില്ല. അതാണ് പറയണത്. ഒരിടത്ത് മഴ പെയ്യുമ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് എസ്കേപ്പ് ആയിക്കോണം. ഇതെന്ത് സംഭവം? റൗണ്ട് ആയിരിക്കും ഇവിടെ. ലെഫ്റ്റ് പോയാൽ കുമരകം, റൈറ്റ് പോയാൽ അങ്കമാലി. നമ്മളെവിടെയാണ് പോകേണ്ടത്? നേരെ പോകണത്. നേരെ പോയിട്ട് ഒരു സ്ലൈറ്റ് റൈറ്റ് എടുത്ത് പോകണം. ഓക്കെ, ഇത് റൗണ്ടാണ് അല്ലേ ഇവിടുത്തെ? എന്തിനാണ് ഇത്ര വലിയ തൂണൊക്കെ കെട്ടി വെച്ചിരിക്കുന്നത്? എന്തെങ്കിലും അർത്ഥം ഉണ്ടോ അവിടെ? ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് ആർക്കറിയാമോ? ഒന്ന് പറയണേ. നമുക്ക് ഇവിടെ റൂം എടുത്താലോ? ഒന്ന് അന്വേഷിച്ച് നോക്കാം. ഇവിടെ റൂമുണ്ട്. എത്രയാവുന്ന റേറ്റ് വയ്ക്കാം. AC നോൺ AC രണ്ടും ഉണ്ട്. സംഭവം ചാലക്കുടി പോയി കഴിഞ്ഞാൽ 10 മണി അടുപ്പിച്ചാവും. അങ്ങനെ ആകുമ്പോൾ എഡിറ്റ് ചെയ്യാൻ പറ്റൂല വീഡിയോസ്. ആലോചിക്കണത്. ഇപ്പോൾ എന്തായാലും ഇവിടെ റൂം എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ റൂം എത്രയാണ്? റൂം 950 നോൺ AC ആണെങ്കിൽ അല്ലേ? AC എത്രയാണ് സിംഗിൾ ആണെങ്കിൽ? 1200 500. റൂം ഒന്ന് കാണാൻ പറ്റുമെന്ന്? ഓക്കെ, ഇത് മതി, കുഴപ്പമില്ല. ഒരു രാത്രിയാണല്ലോ. ഓക്കെ, TV വർക്ക് ചെയ്യണോ? അല്ലല്ലേ? ബാത്റൂം നോക്കിയിട്ട് ഒരു മിനിറ്റ്. ഹീറ്റർ ഇല്ലല്ലേ? ഹീറ്റർ ഉണ്ടോ? ഇല്ലല്ലോ. അത് ഓക്കെ, അവിടെ എടുത്താൽ മതിയല്ലോ. ബെഡ്ഷീറ്റ് ഉണ്ടോ? ബെഡ്ഷീറ്റ് ഓക്കെ, വേറെ മുറി നോക്കാം. ഇത് കൊള്ളാം, കുഴപ്പമില്ല. പക്ഷേ ഫാൻ സ്പീഡ് കുറവായിരിക്കും. രാത്രി എങ്ങനെ ഉറങ്ങും? ഒരു ബെഡ്ഷീറ്റ് ഇല്ല, ഫാൻ സ്പീഡില്ല, ബെഡ്ഷീറ്റ് ഇല്ല. ഞാൻ അങ്ങനെ കിടന്ന് ഉറങ്ങും രാത്രിയാണ്. അതാണ് വിഷയം എനിക്ക് മെയിനായിട്ട്. പോകുന്ന വഴിക്ക് കുറേ റൂംസ് കാണും. റൂംസും അല്ലാത്തത് അല്ലേ? വേറെ ചാലക്കുടി പോവാം, മര്യാദയ്ക്കാണ് നല്ലത്. ഇവിടെ നോക്കിയിട്ട് കാര്യമില്ല, വേസ്റ്റാണ്. സമയം പോകണമല്ലാതെ വേറെ നടക്കില്ല. ഇപ്പോൾ ഒരു മുറി നോക്കിയായിരുന്നു, അത് അത്ര പോരാ. സിംഗിൾ മുറി നോൺ AC ഒക്കെ ഭയങ്കര മോശമായിരിക്കുന്നു. ആദ്യം കണ്ടതിൽ ഫാൻ സ്പീഡ് കുറവ്, വേറെ വിഷ്യൂസ് ഉണ്ടായിരുന്നു. ഇപ്പം കണ്ടതിൽ ഭയങ്കര സ്മെല്ല് സഹിക്കാൻ പറ്റില്ല. ഒരുമാതിരി ഈ അടച്ചു പൂട്ടിയ സ്മെല്ലുണ്ടല്ലോ ഒരുമാതിരി മുറി, ആ ഒരു സ്മെല്ലായിരിക്കണം. നമുക്കൊരു മുറി കാണുമ്പോഴേ കിടന്നുറങ്ങാനുള്ള ഒരു വൈബ് വരണം. അത് പറഞ്ഞില്ല, സത്യം പറയാമല്ലോ. എൻ്റെ ഏറ്റുമാനൂർ കോട്ടയം. അടിപൊളി. റൗണ്ടാണ്, സൂപ്പർ അല്ലേ? എന്തൊക്കെ എഴുതിക്കണം മലയാളത്തിൽ. അക്ഷരങ്ങളുടെ നടുക്ക് 2 കൈ ഇങ്ങനെ ഒക്കെയാണ്. ലെഫ്റ്റാണ് പോകേണ്ടത്. സുതീഷ് ലെഫ്റ്റ്. മൂവാറ്റുപുഴ. വായി നോക്കാതെ വണ്ടി ഓട്ടി സുതീഷ. ഞാൻ സത്യം പറയാമല്ലോ, കുറച്ച് നേരത്തേക്ക് ഇവിടെ മനസ്സ് ഇങ്ങോട്ട് പോയി. സംഭവം ഇവിടെ നല്ല മഴ കേട്ടോ, ഒരു രക്ഷയില്ല. ഇവിടെ അത് ഏരിയത് എല്ലായിടത്തും വെള്ളം കയറി കിടക്കാൻ കേട്ടോ. കാലുമുത്ത് ചെളിയായി, ഷൂ കംപ്ലീറ്റ് ആയിട്ട്. റൂമിൽ പോയിട്ട് ഷൂ ഉണക്കണം നല്ല പോലെ, ഇല്ലെന്നുണ്ടെങ്കിൽ ആ പാടെ സ്മെല്ലടിക്കും. സുതീഷേ, എന്തെങ്കിലും പ്ലാൻ ചെയ്യ്. ഈ മഴയത്തിന് അങ്ങോട്ട് പോകണത് ശരിയല്ല. അപ്പോൾ കവറിൻ്റെ അകത്ത് ബാഗ് ആക്കിയിട്ടുണ്ട്. ഇനി ബാഗ് നനയില്ല. പിന്നെ നമ്മളെ റൈഡിങ് ഗിയറിൻ്റെ പാൻറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതെന്തായാലും ഇവിടെ വെച്ചിട്ടുണ്ട്. അത് തന്നെ കുഴപ്പമില്ല, ഉണങ്ങിക്കോളും. അപ്പോൾ ഇത് ഹെവി മഴയാണ്, ലൈറ്റ് മഴ അറിഞ്ഞൂടാ. രാത്രിയല്ലേ, അത് ഒരുപാട് സമയം വെറുതെ വേസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു അരമണിക്കൂർ പോയിട്ടുണ്ട്. സത്യം പറയാലോ, ഇത്രയും മഴയാണെന്നുണ്ടെങ്കിൽ ഇറങ്ങൂല, വെറുതെ ആയിപ്പോയി. നമുക്കൊരു കാര്യം ചെയ്യാം, ചാലക്കുടി പോകേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. ഇവിടെ റൂം എടുത്താലോ? ശരി, ഭാഗത്ത് അന്വേഷിച്ച് നോക്കാം. ഇവിടെ എത്രയാവുന്നുള്ളത്? മൂൺലൈറ്റ് റൂംസ്. ഹലോ, റൂം വേണോ? എത്ര? നോൺ AC എത്രയാവും? ഒരാൾ 800 അല്ലേ? റൂം ഒന്ന് കാണാമോ? 700 അല്ലേ? AC എത്ര? AC 1300. രണ്ടൊന്ന് കാണിക്കാമോ?
ഇത് നോൺ എ സി ആണോ? ഇത് എ സി ആണല്ലേ. ഓക്കെ, ഇത് 1300 അല്ലേ? ആ ഇത് മതി, സെയിം ആണല്ലേ? അത് ഇതുപോലെ തന്നെ എ സിയിലെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? അങ്ങനെ സൂപ്പർ റൂം കെട്ടിയിട്ടുണ്ട്. എൻ്റെ അമ്മോ കളന്നു പോയിട്ടാ. ഫസ്റ്റ് ഞാൻ പ്ലാൻ ചെയ്ത് ചാലക്കുടി പോയിട്ട് അവിടെ റൂം എടുക്കാൻ പ്ലാൻ ചെയ്തത്. അവിടെ ആകുമ്പോൾ 600 രൂപ കെട്ടുമെന്ന് പറഞ്ഞു, PWDയുടെ റെസ്റ്റ് ഹൗസ്. ഇതിപ്പോൾ 700 സൂപ്പർ അല്ലേ നോൺ എ സി. അവിടെ 600 നോൺ എ സി ആണ്. ഇപ്പോൾ നമ്മൾ ആ റൂം എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇനി 50 കിലോമീറ്റർ പോകണം. അപ്പോൾ 9:45 മണി 10 മണി അടുപ്പിച്ചാവും. അതിനേക്കാൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം മൂവാറ്റുപുഴയാണ്. മൂവാറ്റുപുഴ വാഴപ്പള്ളി ലൊക്കേഷനാണ്. ഇവിടുത്തെ ഹോട്ടലിൻ്റെ പേര് മൂൺ ലൈറ്റ് റൂംസ് ആണ്. നിങ്ങൾക്ക് ആർക്കും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ലൊക്കേഷൻ വേണമെങ്കിൽ പിൻ ചെയ്ത് തരാം, നിങ്ങൾക്ക് യൂസ് ആക്കാം. നല്ല റൂം കേട്ടോ. അപ്പോൾ ഇവിടെ റൂം വന്നിട്ട് എ സിക്കുള്ള നോൺ എ സിക്കുള്ള രണ്ട് സൂപ്പറായിട്ട് നനവായിരിക്കും. ഇത് ഉണങ്ങണ്ടില്ല, കംപ്ലീറ്റ് നനഞ്ഞേട്ടാ. ഫുള്ള് നനഞ്ഞു. ബനിയൻ, ടീഷർട്ട്, ട്രാക്ക് ഷൂട്ട്, ജീൻസ് എല്ലാം ഫുള്ള് നനഞ്ഞില്ല, കുറച്ച് നനഞ്ഞില്ല. വളരെ സംഭവം എൻ്റെ മിസ്റ്റേക്കാണ്. സംഭവം ഈ ബാഗ് വന്നിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ ഉണ്ട്, അത് ഫുള്ള് കവർ ചെയ്ത് വെക്കണമായിരുന്നു. ഞാൻ ആദ്യം ചെയ്തതാണ് വീട്ടിൽ ഇറങ്ങിയപ്പോൾ. പിന്നെ അത് റിമൂവ് ചെയ്തു. അത് വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ എനിക്ക് ഈ ബാറ്ററി പവർ ബാങ്ക് വെള്ളം കുടിക്കാനുള്ള എടുക്കണമായിരുന്നു. അപ്പോൾ അത് കാരണം എടുക്കാൻ പാടായിരുന്നു. അതുകൊണ്ട് ഈ മഴയൊന്നുമില്ല എന്ന് പറഞ്ഞാണ് ഞാൻ കവർ മാറ്റിയത്. കുറച്ച് നല്ല മഴ. ഇപ്പം നോൺ എ സി റൂം ആയതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങും. എ സി റൂമാണെങ്കിൽ ഉണങ്ങാൻ പാടാണ്. സത്യം പറഞ്ഞ വഴിക്ക് കുറച്ചൊന്ന് എന്താ പറയുക മടുപ്പ് തോന്നി. വേണ്ടായിരുന്നില്ല, എന്തിനും കഷ്ടപ്പെട്ട് ഈ മഴയത്ത് ഇതിന് വല്ല ആവശ്യമുള്ള തോന്നി. പിന്നെ ഇപ്പോൾ സന്തോഷമായി റൂം കിട്ടിയപ്പോൾ. ഇപ്പം ആദ്യം പോയി കാപ്പി കുടിക്കണം. ഖാന വിശക്കണം. ഹോട്ടൽ ബ്രൈറ്റ്, ഇന്ത്യൻ, ചൈനീസ്, നാടൻ എല്ലാം ഉണ്ടല്ലോ. പിന്നെ എന്ത് വേണം സുധീഷ്? അത്രേ ഉള്ളൂ അല്ലേ? കയർ ബാ. ബൈക്ക് പാർക്ക് ചെയ്യാലോ ഇവിടെ കൊണ്ട്? എല്ലാം പറയോ? ഇവിടെ പാർക്ക് ചെയ്യാം വണ്ടി? ഓക്കെ. ഒരു 3 പഴം എത്തിയേ. 3 ബിസ്ക്കറ്റ് ഇട്ടാ. ഗുഡ് ഡേ ബിസ്ക്കറ്റ് 10 ഇല്ലേ? വേറൊന്നുമില്ല, രാത്രി എഡിറ്റിംഗ് ഉണ്ട് കുറച്ച്. അപ്പോൾ ഇങ്ങനെ ആയാലും 1 മണിയാണ് ഉറങ്ങാൻ. അപ്പോൾ ആ 1 മണി വരെ നമുക്ക് പിടിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കഴിക്കണം എക്സ്ട്രാ ഒന്ന്. അങ്ങനെ പാട്ട് കേട്ടോണ്ടിരിക്കുകയാണ്. ഫോൺ ചാർജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുവരെ പാട്ട് കേൾക്കാൻ വിചാരിച്ചു. ഇതുപോലെ പാട്ട് കേട്ട് കുറേ ദിവസമായി. ഇപ്പോൾ കേൾക്കുമ്പോൾ ഒരു പ്രത്യേക ഫീൽ ആയിരുന്നു. അത് ഒറ്റയ്ക്ക് കേൾക്കുമ്പോഴേ ഫാമിലി എല്ലാം അവിടെ ട്രിവാൻഡ്രത്ത്, ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നു. ചെറിയൊരു മിസ്സിങ് ഫീല്. ഫുഡ് കഴിച്ചത് റിവ്യൂ പറഞ്ഞില്ലല്ലോ. കുഴപ്പമില്ല ആവറേജ്. ആവറേജ് പോരാ. ഓക്കെ, അപ്പോൾ വ്ളോഗ് എൻഡ് ചെയ്യാൻ പോവുകയാണ്. ഇനി വേറെ ഒന്നും പറയാനില്ല, കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഇനി നാളെ പോകുന്നത് അതിരപ്പള്ളി ഫാൾസ് ആൻഡ് വാൽപ്പാറ. ഒരു സൂപ്പർ ബൈക്ക് റൈഡ്, അടിപൊളിയായിട്ട്. ഞാനും ബൈസണായിട്ട്. ഞാൻ സോളോ ഒന്നുമില്ല, ഒറ്റയ്ക്കൊന്നുമില്ല. എൻ്റെ കൂടെ ബൈസൺ ഇരിക്കല്ലേ, പിന്നെ ആര് വേണം? നിങ്ങൾ ഇരിക്കല്ലേ അല്ലേ? ലക്ഷക്കണക്കിന് ആൾക്കാരൊക്കെ. ഇപ്പോൾ വ്യൂസ് ലക്ഷങ്ങളില്ല, വ്യൂസ് ഒരു 10,000 പോകണുള്ളൂ. അപ്പോൾ നിങ്ങൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ലക്ഷങ്ങൾ വ്യൂസ് പോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് മാക്സിമം വേണം. വീഡിയോ മാത്രം കണ്ടാൽ പോരാ, ഒന്ന് ലൈക്കും ചെയ്യണം. പറ്റുമെങ്കിൽ 10 പേർക്ക് ഷെയർ ചെയ്ത് കൊള്ളായിരുന്നു. പിന്നെ ആർക്കെങ്കിലും സൂപ്പർ താങ്ക്സ് അയക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സൂപ്പർ താങ്ക്സ് യൂട്യൂബിൽ അയക്കല് എൻ്റെ QR കോഡ് സ്കാൻ ചെയ്ത് അയച്ചാൽ മതി. അതാകുമ്പോൾ ഫുൾ പൈസ എനിക്ക് കിട്ടും, എനിക്ക് യൂസ്ഫുൾ ആയിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ പാതി പൈസ യൂട്യൂബ് എടുക്കും, പാതി കിട്ടുള്ളൂ. അത് അടുത്ത മാസം കിട്ടുള്ളൂ. ഞാൻ കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്യുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ തരുന്ന ഒരു ചെറിയൊരു സഹായമാണ്. ആ സഹായം എനിക്ക് പൂർണ്ണമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ സ്കാൻ ചെയ്ത് എൻ്റെ ഈ QR കോഡ് സ്കാൻ ചെയ്താൽ എനിക്ക് ഭയങ്കര ഒരു സഹായമായിരിക്കും. ഓക്കെ, അത്ര തന്നെ വേറെ പറയാനില്ല. അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഓരോ ഒറ്റ ലൈഫേ ഉള്ളൂ. LPG കട്ടക്ക് നിൽക്കണം.